ചങ്ങായിമാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? നാം ഇപ്പോൾ ഒരു വീഡിയോ കണ്ടില്ലേ? ആ വീഡിയോ ചില ചെറ്റ മാപ്രകൾ കാട്ടിക്കൂട്ടിയ തോന്നിവാസമാണ്. അവരുടെ സങ്കടം നാം വീഡിയോയിൽ കണ്ടു. എവിടെയാണ് എന്താണ് ചോദിക്കേണ്ടതെന്നറിയാത്ത ചില ചെറ്റ മാപ്രകൾ. നവാസ് ഖാൻ്റെ അവസാനം അദ്ദേഹം ചെയ്ത സിനിമയാണ് പ്രകമ്പനം. ആ പ്രകമ്പനം എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററുകളിൽ റിലീസായിട്ടുണ്ട്. ആ സിനിമ കാണാൻ വന്ന തൻ്റെ ഭാര്യയെയും മക്കളെയും കരയിപ്പിച്ച ചില ചെറ്റ മാപ്രാക്കളോട്, അല്ലയോ മാധ്യമങ്ങളെ, നിങ്ങളറിയണം, ഒരു ക്യാമറ എപ്പോൾ ഓണാക്കണം, എപ്പോൾ ഓഫാക്കണം, നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആളിൻ്റെ മാനസികാവസ്ഥ, അവിടുത്തെ സിറ്റുവേഷൻ, ഇതൊക്കെ മനസ്സിലാക്കി വേണം നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഒപ്പിയെടുക്കാൻ. ആ നവാസ് ഖാൻ്റെ ഭാര്യ സിനിമ കാണാൻ വന്നത് നിങ്ങളുടെ ക്യാമറയുടെ മുമ്പിൽ ഷോ കാണിക്കാനല്ല. സിനിമ കാണണം, തൻ്റെ ഭർത്താവ് അഭിനയിച്ച അവസാനത്തെ സിനിമ, അത് കാണണം, അത് കണ്ട് തിരിച്ചു പോകണം എന്നത് മാത്രമേ ലക്ഷ്യമുള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്തോ? അവർക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യങ്ങൾ ചോദിച്ച് അവരെ കരയിപ്പിച്ചു. നാം ഈ വീഡിയോയിൽ കണ്ടു ഇവരുടെ ചോദ്യം കേട്ട് നവാസ് ഖാൻ്റെ ഭാര്യ കരയുന്നതും, ആ മകൻ്റെ അടുത്ത് ചെന്ന് സങ്കടപ്പെടുന്നതും, മകനെ ആശ്വസിപ്പിക്കുന്നതും, ആ മകൻ്റെ കണ്ണിലും കണ്ണുനീര് വരുന്നുണ്ട്. എന്തായാലേ നമ്മുടെ കേരളത്തിലെ മാപ്രകളുടെ അവസ്ഥ. എവിടെയൊക്കെ എന്തൊക്കെ ചോദിക്കണമെന്നറിയാത്ത മാപ്രകൾ. നവാസ് ഖാൻ മരിച്ച സങ്കടം ഇപ്പോഴും അവരുടെയൊക്കെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. എത്ര നല്ല സന്തോഷമായി ജീവിച്ച കുടുംബമായിരുന്നു. ഇത്രയൊക്കെയുള്ളൂ മനുഷ്യൻ്റെ കഥ. നവാസ് ഖാൻ മരിക്കുന്നതിന് മുമ്പ് ആ നവാസ് ഖാൻ്റെ ഭാര്യയുടെ മുഖത്തുണ്ടായ ആ പ്രസന്നതയും സന്തോഷമൊന്നും ഇപ്പോൾ ഇല്ല എന്ന് നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാക്കാം. ഈ മാധ്യമ പ്രവർത്തകർ ആ സിനിമയുടെ അഭിപ്രായങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതല്ല. അവർക്കറിയാം നവാസ് ഖാൻ്റെ ഭാര്യ വരും, മക്കൾ വരും. ആ നവാസ് ഖാൻ്റെ ഭാര്യ അവിടെ നിന്ന് കരയും. അത് ഒപ്പിയെടുക്കണം, അത് ഒപ്പിയെടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കണം, അങ്ങനെ റീച്ച് ഉണ്ടാക്കണം എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇതുപോലത്തെ മാപ്രകളെ നാം തിരിച്ചറിയണം. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്ന ചില ചെറ്റ മാധ്യമങ്ങളെ നാം തിരിച്ചറിയുകയും അതിനെതിരെ പ്രതികരിക്കുകയും വേണം.